എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ 2 ദിവസത്തെ സന്ദർശനത്തിനാണ് ഇന്ത്യയിലോട്ട് വരുന്നത്. അത് ഡിസംബർ 4, 5 എന്നീ 2 ദിവസങ്ങൾ പുടിൻ ഇന്ത്യയിലുണ്ടാകും. അപ്പോൾ നമ്മുടെ ദേശീയ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുടിൻ ഇങ്ങോട്ട് വരുന്നത് വലിയ രീതിയിലുള്ള ആയുധങ്ങൾ ഇന്ത്യക്ക് നൽകാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു കിലോ ഡസൺ കണക്കിന് ആയുധങ്ങൾ റഷ്യ ഇന്ത്യക്ക് കൊടുക്കുമെന്നാണ് മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ അത് ശരിക്കും തെറ്റാണ്. പുടിൻ വരുന്നത് ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്സ് ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാകും. അതായത് അമേരിക്ക വലിയ രീതിയിലുള്ള ഒരു ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ്. അതായത് ഈ ചൈനയെ തകർക്കാനും റഷ്യയെ തകർക്കാനും ഇന്ത്യയെ തകർക്കാനും. അപ്പോൾ അവിടുത്തെ ഡീപ്പ് സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഡസ്ട്രിയലിസ്റ്റും അവിടുത്തെ ഭരണകൂടവും, ഭരിക്കുന്നവരെ സ്റ്റേറ്റ് എന്നല്ലേ പറയുക. അപ്പോൾ ഭരണകൂടവും ഈ ഇൻഡസ്ട്രിയലിസ്റ്റും ഈ മതം ഇതൊക്കെ ചേർന്നെയാണ് അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റ് പറയുന്ന സംഭവം. അപ്പോൾ ഇവരൊക്കെ വലിയ രീതിയിൽ കുറച്ച് നാളായിട്ട് ഈ ചൈനയെ തകർക്കാനും റഷ്യയെ തകർക്കാനും ഇന്ത്യയെ തകർക്കാനും വലിയ രീതിയിൽ ഇങ്ങനെ കച്ചകെട്ട് നിൽക്കുകയാണ്. അപ്പോൾ വലിയൊരു തടസ്സമെന്ന് വെച്ചാൽ റഷ്യയാണ് ഇവർക്കെല്ലാം കോർഡിനേറ്റ് ചെയ്തിട്ട് എല്ലാം ഈ രീതിയിൽ പോകുന്നത്. അപ്പോൾ പൊടുന്നനെ ഈ എന്താ പറയണ്ടത്, ഈ വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലോട്ട് വരുമ്പോൾ അതിന് വേറെ ഒരുപാട് മാനങ്ങളുണ്ട്. ആയുധങ്ങൾ നൽകാൻ ആ കരാർ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല പുടിൻ ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ പുടിൻ ഇങ്ങോട്ട് വരേണ്ട ഒരാവശ്യമില്ല. അതായത് നമ്മുടെ വിദേശകാര്യമന്ത്രിക്ക് അങ്ങോട്ട് ചെല്ലാം, പുടിൻ്റെ വിദേശകാര്യമന്ത്രിക്ക് ഇങ്ങോട്ട് വരാം, ഇവർ തമ്മിൽ സംസാരിച്ച് ഡീൽ നടത്തിയാൽ മതി. പക്ഷേ ഒരിക്കലും അതല്ല. പുടിൻ ഇങ്ങോട്ട് ഇന്ത്യയിൽ വിസിറ്റ് ചെയ്യുന്നതിൽ വലിയ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് ഇന്ത്യയും റഷ്യയും നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വ്ളാഡിമിർ പുടിൻ എന്ന് പറയുന്ന റഷ്യൻ പ്രസിഡന്റ് ഇങ്ങോട്ട് വരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഒരു മെയിൻ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധം ഇപ്പോൾ ഏകദേശം 2 വർഷത്തോളമായി 2-2.5 വർഷമായി റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റഷ്യ ഉക്രൈനെ അറ്റാക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് ഞാൻ ഒരു സിമ്പിളായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് ഉക്രൈൻ നാറ്റോയിലില്ല. ഈ നാറ്റോ സഖ്യത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അമേരിക്ക വലിയ രീതിയിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു, ഈ ഉക്രൈനെ നാറ്റോയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഉക്രൈൻ നാറ്റോയിൽ വന്ന് എന്താ സംഭവിക്കുക? നാറ്റോയിലെ അംഗങ്ങൾ ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം നാറ്റോയിലെ മെമ്പേഴ്സൊക്കെ വന്നിട്ട് നാറ്റോ മെമ്പേഴ്സിനെ ആക്രമിച്ച രാജ്യത്തെ ആക്രമിക്കും. അപ്പോൾ അമേരിക്കയുടെ ആവശ്യം ഉക്രൈനെ നാറ്റോയിൽ കൊണ്ടുവരിക. അങ്ങനെ നാറ്റോയിൽ വന്നു കഴിഞ്ഞാൽ ഈ റഷ്യ എപ്പോഴെങ്കിലും ഈ ഉക്രൈൻ ആക്രമിച്ചു കഴിഞ്ഞാൽ ഈ നാറ്റോ അമേരിക്കക്കടക്കം ഈ റഷ്യൻ ബോർഡറിൽ വന്നിട്ട് ഉക്രൈൻ്റെ അവിടെ വന്നിട്ട് റഷ്യ അറ്റാക്ക് ചെയ്യാം. ഇതാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത്. ഇതാണ് ശരിക്കും ഈ ഉക്രൈൻ റഷ്യ ഒരു വാറിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അമേരിക്ക ഇങ്ങനെ വർഷങ്ങളായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താണ് ഇവരെന്താ പറയേണ്ടത്, ഇവരെങ്ങനെ ഇല്ലാതാക്കാം. ഇങ്ങനെ വലിയ രീതിയിലുള്ള ഇങ്ങനെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഡീപ്പ് സ്റ്റേറ്റ് ആയാലും ആ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൊടുന്നനെ ഈ പുടിൻ ഇന്ത്യയിലോട്ട് വരുമ്പോൾ അവിടെ ഒരു പ്രശ്നം ഉദിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് പുടിൻ ഇങ്ങോട്ട് വരുന്നത്? ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇവരിപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പം ഉക്രൈൻ നാറ്റോയിലെ മെമ്പർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഈ നാറ്റോ ടീംസൊക്കെ വന്നിട്ട് റഷ്യ അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഒരു വലിയ സംഭവം നടന്നിരുന്നു. അപ്പോൾ റഷ്യയുടെ ഏറ്റവും വലിയ എയർ ഡിഫൻസ് സിസ്റ്റമാണ് S-400. അപ്പം നമ്മളും S-400 ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് നമ്മൾ കാണിച്ചു തന്നു, അമേരിക്കയുടെയും ചൈനയുടെയും ആയുധങ്ങളാണ്, വെപ്പൺസാണ് ഇവരുപയോഗിച്ചത്, പാകിസ്ഥാൻ ഉപയോഗിച്ചത്. അവർ ഡ്രോൺ പോലും, അത് ഈ തുർക്കി നിർമ്മിച്ച ഡ്രോൺ പോലും ഇന്ത്യൻ മണ്ണിൽ ഒരു ലാൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം അത്ര എഫക്റ്റീവായിരുന്നു. പക്ഷേ നേരെ മറിച്ച് ഇതേ റഷ്യ തന്നെയാണ് ഈ S-400, അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം S-400 ആണ്. അപ്പോൾ ഇവർ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഈ ഉക്രൈൻ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ കൂടുതലും അമേരിക്കൻ മെയ്ഡ് വെപ്പൺസാണ്. അപ്പോൾ അമേരിക്കൻ മെയ്ഡ് വെപ്പൺസ് ഉപയോഗിച്ചിട്ട് ഈ റഷ്യയുടെ S-400 വരെ അവർ തകർത്തു. റഷ്യയുടെ ഒരുപാട് സ്ഥലത്ത് ഇവർ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഉക്രൈൻ. അപ്പോൾ അവിടെ S-400 അമ്പയെ പരാജയമായിരുന്നു. പക്ഷേ ഇന്ത്യയുടെ കേസിൽ വരുമ്പോൾ ഇതേ വെപ്പൺസ് ഉപയോഗിക്കുന്ന പാകിസ്ഥാൻ ഇന്ത്യ എല്ലാം ഡിഫ്യൂസ് ചെയ്തു, എയറിൽ വെച്ചിട്ട് ഡിഫ്യൂസ് ചെയ്തു. ഈ എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എയർ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് ഡിഫ്യൂസ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള സാധനമാണിത്. പക്ഷേ രണ്ടാളും, ഇന്ത്യ ആയാലും റഷ്യ ആയാലും, നമ്മുടെ രണ്ടാളും ഉപയോഗിക്കുന്ന സെയിം സാധനമാണ് റഷ്യയുടെ S-400. പക്ഷേ ഒരു സ്ഥലത്ത് റഷ്യ പരാജയപ്പെട്ടു, ഒരു സ്ഥലത്ത് ഇന്ത്യ വിജയിച്ചു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഉപയോഗിക്കുന്ന ഒരു ഇൻ്റർഗ്രേറ്റഡ് എയർ ഡിഫൻസ് സിസ്റ്റമാണ്. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, നിങ്ങൾ വാർത്ത ശ്രദ്ധിക്കുന്നവർക്ക് അറിയുമെന്നറിയില്ല. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ റോക്കറ്റുകൾ ഇങ്ങനെ വിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചന്ദ്രയാൻ, ഗഗയാൻ, മൂണിയാൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളിങ്ങനെ വിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അത്തരം വാർത്തകൾ ശ്രദ്ധിക്കാറില്ല. അതായത് അതിന് വലിയ കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിലെ സാറ്റലൈറ്റ് മീഡിയകളൊന്നും അതിന് വലിയ പ്രാധാന്യം നൽകാറില്ല. നമ്മളിപ്പോൾ റോക്കറ്റ് വിക്ഷേപിച്ചോ ഇത് വിക്ഷേപിച്ചാലൊന്നും ആരും അങ്ങനെ പ്രാധാന്യം നൽകാറില്ല. പക്ഷേ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മുകളിലിരുന്നിട്ട് താഴത്തെ കൺട്രോൾ ചെയ്യുന്നത്, അതായത്
GPS കോർഡിനേറ്റ്സും അത്രയുള്ള ലാറ്റ് ജിയോ അത്രയെല്ലാം കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഇന്ത്യ വലിയ രീതിയിൽ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഇൻറ്റഗ്രേറ്റഡ് സിസ്റ്റത്തിൽ നമ്മൾ ഗഗൻയാൻ, ചന്ദ്രയാൻ, മൂണിയാൻ എന്നൊക്കെ പണ്ട് ഒരുപാട് ഇതുണ്ടല്ലോ നമ്മളവിടെ. അപ്പോൾ ഇവിടുന്ന് കിട്ടുന്ന ഡാറ്റകളൊക്കെ സംയോജിപ്പിച്ചിട്ട് നമ്മളൊരു ഇൻറ്റഗ്രേറ്റഡ് സിസ്റ്റമാണ് S-400 സ്റ്റാൻഡ് അലോൺ ആയിട്ടെല്ലാം ഉപയോഗിക്കുന്നത്. ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ചിട്ട് ഡാറ്റകളൊക്കെ വെച്ച് പ്രോസസ്സ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു എയർ ഡിഫൻസ് സിസ്റ്റമാണ് നമുക്കുള്ളത്. അത് റഷ്യക്കില്ല. റഷ്യ ഒരുപാട് ഈ ബഹിരാകാശത്തൊക്കെ ഒരുപാട് പരിപാടികളുണ്ട്, പക്ഷേ ഇന്ത്യക്ക് അത്ര എഫക്റ്റീവായിട്ടുള്ള സംഭവം ഇവർക്കില്ല. അപ്പോൾ പുടിൻ ഇങ്ങോട്ട് വരുന്നത് തന്നെ അത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ചിത്രം മൊത്തം മാറി. അതായത് ലോകരാജ്യങ്ങൾക്ക് മനസ്സിലായി ഇന്ത്യ എന്നത് ഒരു സോഫ്റ്റ് പവർ അല്ല, ഒരു ഹാർഡ് പവർ തന്നെയാണ്. അതായത് വലിയ രീതിയിൽ കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അത് ഭാവിയിൽ അമേരിക്ക വെല്ലുന്ന വെപ്പൺസ് ഇന്ത്യയിൽ തന്നെ മേക്ക് ഇൻ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു രാജ്യമായി മാറി ഇന്ത്യ എന്ന് ലോകരാജ്യങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ഇവൻ്റായിരുന്നു ഈ ഓപ്പറേഷൻ സിന്ദൂരാനന്ദ ഇന്ത്യ. ശരിക്കും അങ്ങനെ വേണമെങ്കിൽ പറയാം. ശരിക്കും നമുക്ക് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇതിന് ശേഷമാണ് ലോകരാജ്യങ്ങൾ പല ആൾക്കാരും അമേരിക്കയായിട്ടും ചൈനയായിട്ടും ഈ വെപ്പൺ ഡീല് നടത്തുന്ന ആൾക്കാർക്ക് രാജ്യങ്ങളൊക്കെ മതി, നിങ്ങളുടെ സാധനങ്ങൾക്ക് വേണ്ട എന്ന രീതിയിൽ ഇനി ഇന്ത്യയിലോട്ട് വരാം, ഇന്ത്യ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന ആയുധങ്ങൾ നമുക്ക് മതി എന്ന് പറയാൻ അവരെ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകം ഓപ്പറേഷൻ സിന്ദൂരാണ്. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് തന്നെ നമ്മൾ കാണിച്ചു കൊടുത്തു നമ്മുടെ കപ്പാസിറ്റി എന്താണെന്ന്. നമുക്ക് കുറച്ച് ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ 10 ഫൈറ്റർ ജെറ്റ് വിമാനങ്ങളാണ് അടിച്ചിട്ടത്. ഈ അടുത്ത കാലത്ത് നമ്മുടെ എയർഫോഴ്സിൻ്റെ ചീഫ്, പുള്ളിക്കാരൻ്റെ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയി, അദ്ദേഹം പറഞ്ഞ ഒരു ബ്രീഫ് ഉണ്ടായിരുന്നു. അതിൽ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഏകദേശം അരമണിക്കൂർ എടുത്തിട്ട് 10 ഫൈറ്റർ ജെറ്റ് വിമാനങ്ങളാണ് അടിച്ചിട്ടത്. അതിൽ 5 F-16 ചൈന, അമേരിക്കയുടെ ഐക്കോണിക്കായ F-16 ചൈനയുടെ JF-17 ഉൾപ്പെട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ അത്രത്തും കാര്യങ്ങളൊക്കെ നമ്മൾ അടിച്ച് എയറിൽ വെച്ചിട്ട് ഡിഫ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ആ ഇൻറ്റഗ്രേറ്റഡ് സിസ്റ്റം എന്തായിരിക്കും? ഇത് തന്നെയാണ് ഈ വ്ളാഡിമിർ പുടിനെ എന്താ പറയുക വളരെ രീതിയിൽ ആകർഷിച്ചത്. അതായത് ഇതേ സാധനം S-400 ഉക്രൈൻ അടിച്ചിട്ടു അമേരിക്കൻ ടെക്നോളജി വെച്ചിട്ട്. അപ്പോൾ ഇൻ കേസ് ഭാവിയിൽ നാളെ ഉക്രൈനെ നാറ്റോയിൽ മെമ്പർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഈ അമേരിക്കയും നാറ്റോ ടീംസൊക്കെ വന്നിട്ട് ഇവിടെ തമ്പടിക്കും, ഇവിടെ ഉക്രൈനിൽ തമ്പടിക്കും, എന്നിട്ട് റഷ്യ അറ്റാക്ക് ചെയ്യും. ഇതാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോൾ അതിന് വലിയ രീതിയിൽ പ്രതിരോധിക്കേണ്ട ഒരു ചുമതല റഷ്യക്കുണ്ട്. അതായത് അവിടുത്തെ ജനങ്ങളുടെ സ്വത്തിനും ഇതൊക്കെ സംരക്ഷണം നൽകിയത് ഏത് ഭരണകൂടത്തിൻ്റെയും ഇതാണല്ലോ, പ്രൈമറി ആയിട്ടുള്ള ഒരു ഇതാണല്ലോ. അപ്പോൾ അങ്ങനെ നടക്കുകയാണെങ്കിൽ അതിനൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി നല്ലൊരു എയർ ഡിഫൻസ് സിസ്റ്റം വേണം. ഇന്ത്യ എന്താണ് ചെയ്തത്? അത് ഉക്രൈൻ പുടിൻ ഇവിടെ വന്നിട്ട് ഇതേ സാധനം ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. നമുക്ക് നമ്മുടേതായ പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വിക്ഷേപിക്കുന്ന ഒരു ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കുന്ന പല പല കാര്യങ്ങളും അതിൻ്റെ സീക്രസി നമുക്കറിയണം. അതിൻ്റെ സോഴ്സ് കോഡും ഇതൊന്നും റഷ്യക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ സോഴ്സ് കോഡ് ഇല്ലെങ്കിലും ആ സംഭവം, ആ ഇൻറ്റഗ്രേറ്റഡ് സിസ്റ്റം നിങ്ങൾക്ക് വേണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ അറിയാനുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഏറ്റവും വലിയ കാര്യം, നമ്മൾ ഇത്രയും സെക്യൂറായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ഇൻറ്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് സിസ്റ്റം അതെങ്ങനെ റഷ്യക്ക് സപ്ലൈ ചെയ്യുന്നത്? അപ്പോൾ അത്രത്തോളം കപ്പാസിറ്റി ഉണ്ടോ നമ്മുടെ സാധനത്തിന്? അത് അറിയാനിരിക്കുന്നു, ഉണ്ട് എന്നാണ് വിശ്വാസം. അതൊക്കെ വാങ്ങാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ആ വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെയാണ് വ്ളാഡിമിർ പുടിൻ ഇങ്ങോട്ട് വരുന്നതും വലിയ രീതിയിലുള്ള ഈ ഡിസ്കഷൻ നടത്തിയിട്ട് ആ ഒരു ഇൻറ്റഗ്രേറ്റഡ് സിസ്റ്റം റഷ്യക്കും കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നു. അതിനുവേണ്ടി തന്നെയാണ്. അപ്പോൾ എന്ത് തന്നെയാലും ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഒരുപാട് രാജ്യങ്ങൾ ഇന്ത്യയുടെ എന്താ പറയുക ആയുധങ്ങൾക്ക് വേണ്ടി ക്യൂ നിൽക്കുകയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ റഷ്യ പോലും നമ്മൾ ഒരുപാട് ആയുധങ്ങൾ ഇപ്പം ബ്രഹ്മോസ് പോലും ഉണ്ടാക്കിയത് ഇന്ത്യ റഷ്യൻ കൊളാബറേഷനിലാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഹൈലൈറ്റ് ആയിരുന്നു ബ്രഹ്മോസ്. അപ്പോൾ ഈ നമ്മൾ ആയുധങ്ങൾ വാങ്ങുന്ന റഷ്യ പോലും നമ്മുടെ ടെക്നോളജിയെ റെസ്പെക്റ്റ് ചെയ്യുന്ന, അതിനെ അംഗീകരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഈ പുടിൻ്റെ ഇന്ത്യ സന്ദർശനത്തിന് ഏറ്റവും പരമപ്രധാനമായ കാര്യം. അപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾ പറയുന്ന മാതിരി റഷ്യ ഉൽപ്പാദിപ്പിച്ചെടുത്ത ആയുധങ്ങൾ ഇന്ത്യക്ക് നൽകാനല്ല, മറിച്ച് ഇന്ത്യ ആ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം, ഒരു ഇൻറ്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് സിസ്റ്റം ഇന്ത്യക്കുണ്ട്, അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് പുടിൻ ഇങ്ങോട്ട് വരുന്നു എന്നുള്ള വളരെ സുപ്രധാനപ്പെട്ട വാർത്തയാണ് ഈ പുടിൻ്റെ ഇന്ത്യ സന്ദർശനം പുറത്തു വരുന്നത്. അതായത് മാധ്യമങ്ങളൊക്കെ മറച്ചു വെക്കുന്ന വേറെ രീതിയിലാണ്. അത് ഇന്ത്യ ചെറുതാക്കി കാണിച്ചിട്ട് പുടിൻ എന്തോ വലുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്. അതങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. ഇന്ത്യ എന്ത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇവർക്ക് ദഹിക്കില്ലല്ലോ. അപ്പോൾ ഇതാണ് പുടിൻ്റെ ഇന്ത്യ സന്ദർശനത്തിൻ്റെ യഥാർത്ഥ വസ്തുത. ഇന്ത്യ ആരാണെന്ന് റഷ്യക്ക് പോലും മനസ്സിലായി. നന്ദി, നമസ്കാരം. മറ്റു വീഡിയോ കാണാം.